ഈ കഥ ആരംഭിക്കുമ്പം 5 സുഹൃത്തുക്കള് ഒരു പബ്ബിലിരിക്കുകയാണ്. സമയം രാത്രിയാണ്. ഓരോരോ ഡ്രിങ്കൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ഹോളിഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് അവര്. ഇവർക്ക് ഈ ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഈ മല കയറുന്നതും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ ഡ്രിങ്ക്സും കൊണ്ട് ഇങ്ങോട്ട് നടന്നു വരുന്നവരെ കണ്ടില്ലേ, ഇവനാണ് ലൂക്ക്. ലൂക്ക് ഇപ്പൊ ആ ഡ്രിങ്ക്സ് എടുത്ത് ആ ടേബിളിലേക്ക് വെച്ചു. ഇപ്പൊ ഈ വൈൻ കഴിക്കുന്നവരെ കണ്ടില്ലേ, ഇവന്റെ പേര് റോബ്. ഈ കണ്ണാടി വെച്ചവന്റെ പേര് ഡോം. പിന്നെ ഈ കറുത്ത ഷർട്ട് ഇട്ടവന്റെ പേര് ഹച്ച്. ഈ കറുത്ത ജാക്കറ്റ് ഇട്ടവന്റെ പേര് ഫിൽ. അങ്ങനെ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് ഓരോരുത്തരായിട്ട് പല അഭിപ്രായങ്ങളും പറഞ്ഞു, പല പല സ്ഥലങ്ങളുടെ പേര്. റോബ് പറയുന്നത് നമുക്ക് സ്വീഡനിലേക്ക് ഒരു ഹൈക്കിങ്ങിന് പോയാലെന്നാണ്. ഹച്ചിനത് ഓക്കെ ആയിരുന്നു. എന്നാൽ ലൂക്കിനെന്തോ അവനതിനോട് താല്പര്യം തോന്നുന്നില്ല. ഈ ഹൈക്കിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുള്ളല്ലേ, നമുക്ക് മറ്റെന്തെങ്കിലും മാറ്റി പിടിക്കാം എന്നാണ് അവന്റെ അഭിപ്രായം. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ടും അവർക്ക് ഒരു സ്ഥലം അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ പരിപാടിയൊക്കെ നിർത്തി അവർ ആ പബ്ബിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതിൽ നടക്കുമ്പോൾ ലൂക്കിനൊരാഗ്രഹം, അവനൊരു കുപ്പി കൂടെ വേണം. തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു വൈൻ ഷോപ്പും ഉണ്ട്. എനിക്കൊരു കുപ്പി വാങ്ങണം, നിങ്ങൾ ആരെങ്കിലും കൂടെ ഒന്ന് വന്നേ. എന്നാൽ ഒരുപാട് കുടിച്ചിട്ടുള്ളത് കൊണ്ട് ബാക്കി ആരും അതിന് താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ ഈ സമയം ഞാൻ നിന്റെ കൂടെ വരാം എന്ന് റോബ് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ആ വൈൻ ഷോപ്പിന്റെ അകത്ത് കയറി. എന്നിട്ട് അവിടെ കുപ്പി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരപ്പുറത്തൊരു കാഴ്ച കാണുന്നത്. ആ ഷോപ്പിന്റെ ഓണർ ഒരു ലേഡിയാണ്. അവൾ അവിടെ താഴെ കിടക്കുന്നു. ആരോ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലായില്ല. ഈ സമയത്താണ് അവളെ ഉപദ്രവിച്ചന്മാർ അങ്ങോട്ട് വരുന്നത്. ഇവര് പിടിച്ചുപറിക്കാരാണ്. അമരകത്തേക്ക് കയറിയതും ഇത് കണ്ട് ലൂക്കിന് പേടിയായി. അവൻ അവിടെ ഒരു ഷെൽഫിന് അങ്ങോട്ട് മറിഞ്ഞിരുന്നു. എന്നാൽ റോബ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവന്മാർ വന്നിട്ട് ഇപ്പൊ റോബിനെ പിടിച്ചു. എന്നിട്ട് അവർ പറയുന്നത് നിന്റെ പേഴ്സ് എടുക്കുന്നതാണ്. റോബ് അപ്പം തന്നെ പേഴ്സ് എടുത്തു കൊടുത്തു. പക്ഷെ എന്നിട്ടും അമ്മ റോബിനെ വിടുന്നില്ല. നിന്റെ മോതിരം കൂടെ അങ്ങോട്ട് തരാനാണ് അവരിപ്പോ പറയുന്നത്. എന്നാൽ മോതിരം കൊടുക്കാൻ റോബ് തയ്യാറാവുന്നുമില്ല. ഈ സമയം ഇതെല്ലാം ഷെൽഫിന്റെ അപ്പുറത്തിരുന്ന് ലൂക്ക് കാണുന്നുണ്ട്. അവന്റെ കയ്യിലിരിക്കുന്ന ആ കുപ്പി വെച്ചിട്ട് അവന്മാർക്കിട്ട് ഒരു അടി കൊടുത്താലോ എന്നൊക്കെ അവൻ ചിന്തിച്ചു. പക്ഷെ എന്തോ ഒരു ധൈര്യം വരുന്നില്ല. ഈ സമയത്താണ് ആ മോതിരം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരുത്തൻ റോബിന്റെ മുഖത്തൊരു കമ്പിയോടിച്ചടിക്കുന്നത്. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. താഴേക്ക് വീണ സമയത്തും റോബ് നോക്കുന്നത് ലൂക്കിനെയാണ്. അത് ലൂക്ക് പേടിച്ച് അനങ്ങാണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെയും അവൻ റോബിന്റെ മോത്തൊരടിയും കൂടെ കൊടുത്തു. ഇതൊക്കെ കണ്ട് ലൂക്കാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ അക്രമികളൊക്കെ അവിടെ നിന്ന് പോയി. അതിനെ തുടർന്ന് ചോര വാർന്ന് റോബ് അവിടെ കിടന്ന് മരിച്ചു. ലൂക്കിനാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം 6 മാസമായി. ആ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പൊ ഹൈക്കിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. റോബ് ആഗ്രഹിച്ച പോലെ സ്വീഡനിലേക്ക് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു മലയുടെ മുകളിലേക്ക്. തലേ ദിവസം രാത്രി ടെന്റൊക്കെ അടിച്ച് ഇവിടെ തന്നെയാണ് ഇവർ കടന്നത്. ഇപ്പൊ നേരം വെളുത്തപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റു. ഒരു 3 ദിവസത്തെ ട്രിപ്പിനാണ് ഇവർ വന്നിരിക്കുന്നത്. ഇപ്പൊ അവരുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഉടനെ തിരിച്ചു പോകണം. അതുകൊണ്ട് വേഗം രാവിലത്തെ ചായയൊക്കെ കുടിച്ച് അവർ മല ഇറങ്ങാൻ തുടങ്ങി. ഇവരുടെ കൂട്ടത്തിൽ ഈ ഹച്ചനാണ് ഈ റൂട്ടിനെ കുറിച്ചൊക്കെ അറിയാവുന്നത്. കുറെ നടന്നതിന് ശേഷം അവനിപ്പോ ഒരു മാപ്പ് എടുത്തു. മാത്രമല്ല അവന്റെ കയ്യിൽ ഒരു കോമ്പസും ഉണ്ട്. അവനിപ്പോ ഇനി അവർക്ക് പോകേണ്ട വഴിയൊക്കെ ചെക്ക് ചെയ്യാണ്. എത്രയും നേരത്തെ താഴേക്ക് എത്താൻ പറ്റുമോ ആ ഒരു വഴിയാണ് അവനിപ്പോ അതിൽ നോക്കുന്നത്. ഈ സമയം ബാക്കിയുള്ളവര് സംസാരിച്ചുകൊണ്ട് അപ്പുറം നിൽക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി അവർ ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് കയറി. ഈ സമയമാകുമ്പോഴേക്ക് ഫില്ലാണെങ്കിൽ ശരിക്കും തളർന്നു. അതുകൊണ്ട് അവൻ അവിടെ താഴേക്ക് ഇരുന്നു. ഡോമിനും തീരെ വയ്യ. അതിനിടയിലാണ് ഹച്ച് അവിടെ ഒരു പാറ കാണുന്നത്. ഇവരിപ്പോ വന്നിരിക്കുന്നത് റോബിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് റോബിന്റെ ആ ഓർമ്മ ആ പാറയുടെ മുകളിൽ സെറ്റ് ചെയ്യാനാണ് അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ആ പാറയുടെ മുകളിൽ റോബിന്റെ ഒരു ഫോട്ടോ വെച്ചു. എന്നിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അതിനുശേഷം എല്ലാവരും കൂടെ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടം റോബിനെ ആയിരുന്നു. അവനാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയം പ്രാർത്ഥന നടക്കുമ്പോൾ ലൂക്കിന് വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. കാരണം അന്നാവനൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ റോബ് ഇപ്പോഴും അവരുടെ കൂടെ ജീവനോടെ കണ്ടേനെ. ആ ഒരു കുറ്റബോധം പേറിക്കൊണ്ടാണ് ഈ ലൂക്ക് നടക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹച്ചിന്റെ കയ്യിൽ ഒരു കുപ്പി മദ്യമുണ്ട്. അവനിപ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്യാണ്. ഓരോരുത്തരായിട്ട് അതിൽ നിന്ന് ഓരോരോ സിപ്പ് എടുത്തു. അതിനുശേഷം ഹച്ച് ബാക്കി എല്ലാവരും ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് ആ കുപ്പി എടുത്ത് റോബിന്റെ ഫോട്ടോയുടെ അടുത്തേക്ക് വെച്ചു. അങ്ങനെ സമയം രാത്രി. ഇപ്പോഴും അവർ മല ഇറങ്ങി കഴിഞ്ഞിട്ടില്ല. ഇന്നിനിപ്പോൾ അത് ഇറങ്ങാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയും അവർ ആ മലയുടെ മുകളിൽ തന്നെയാണ് കഴിയുന്നത്. അതിനുവേണ്ടി ടെന്റൊക്കെ അവരോട് സെറ്റ് ചെയ്തു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം അവർ സംസാരിക്കുന്ന ഇപ്പോൾ റോബിന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ചാണ്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവർക്ക് ആ പെണ്ണിനോട് നേരിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷേ ഈ ഡോമിന്റെ വൈഫായി ഗേല് വിളിക്കാറുണ്ട്. അവള് വഴിയാണ് റോബിന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഇവർ അറിയാറുള്ളത്. അവർ ഈ സംസാരിക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ മാറി ലൂക്ക് ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കാണുന്ന ഹച്ച് അവന്റെ അടുത്തേക്ക് പോയി. എന്തുപറ്റി ലൂക്ക്, നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഇപ്പോഴും നീ റോബിനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുകയാണോ? അത് വിട്ടുകളയടോ. നീ കാരണമൊന്നും അല്ല അവൻ മരിച്ചത്. അത് അവന്റെ വിധിയാണ്. അങ്ങനെ ആശ്വസിക്കുക. എന്നിട്ട് നീ നിന്റെ ജീവിതം മനോഹരമാക്കാൻ നോക്ക്. അല്ലാതെ ചുമ്മാ. നമ്മളിപ്പോൾ അവന് വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അവനുണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥലം അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേനെ. ഇവിടുത്തെ ഈ മനോഹാരിതയൊക്കെ അവനിപ്പോ നമ്മളിലൂടെ കാണുന്നുണ്ടായിരിക്കും. എന്തെങ്കിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹച്ച് ഇപ്പോൾ റോബിനെ സമാധാനിപ്പിച്ചു. അതിനിടയിൽ അവിടെ നിന്ന് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി കാണാൻ പറ്റും. അവിടുത്തെ ലൈറ്റുകൾ. ഇനിയിപ്പോൾ തിരിച്ചു ചെന്നാൽ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. രാവിലെ തന്നെ നല്ല മഴ. അവർ വേഗം എഴുന്നേറ്റ് ടെന്റൊക്കെ കഴിച്ചു. എന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് നടത്തും ആരംഭിച്ചു. ഒരു വിശാലമായ സ്ഥലത്തെത്തി അവർ നോക്കുമ്പോൾ അപ്പുറം കൊടും കാടാണ്. അതവർ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. ആ കാട് കഴിഞ്ഞാണ് അവർക്ക് സിറ്റിയിലേക്ക് എത്തേണ്ടത്. പക്ഷെ അവർ വന്ന വഴിച്ച് നോക്കുമ്പോൾ കാട്ടിലൂടെ അവർക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ സമയം ഡോമാണെങ്കിൽ ഫില്ലിനോട് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അതിനിടയിൽ താഴെ ഉണ്ടായിരുന്ന വലിയ കുഴി അവൻ കണ്ടില്ല.
അതുകൊണ്ട് ഇപ്പൊ അവൻ കാലും തടഞ്ഞ ആ കുഴിയിലേക്ക് വീണു. അവരവനെ എഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പം കാല് ട്വിസ്റ്റ് ആയിരിക്കുകയാണ്. മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ അവന്റെ ബാഗ് കോരി വെച്ചു. അതിനുശേഷം അവൻ നടന്നൊക്കെ നോക്കി. പക്ഷെ നല്ല വേദന, മുട്ടിനാണ് പണിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം കുറച്ച് സമയം എല്ലാവരും അവിടെ നിന്നു. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങാൻ 6 മണിക്കൂർ അവർക്ക് നടക്കണം. ആ കാടും മലയും എല്ലാം ചുറ്റി വളഞ്ഞാണ് പോകേണ്ടത്. പക്ഷെ അത്രയും സമയമൊന്നും ഡോമിന് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ നോക്കാൻ വേണ്ടി ഹച്ച് ഇപ്പോൾ ലൂക്കിനെയും കൂട്ടി കുറച്ച് അപ്പുറത്തേക്ക് നടന്നു. ഡോമിനെ പൊക്കിക്കൊണ്ട് നടന്നാലും ഇന്ന് തന്നെ അവർക്ക് തിരിച്ചെത്തിയേ പറ്റൂ. പക്ഷെ അത് അത്രത്തോളം പ്രാവർത്തികവുമല്ല. അതുകൊണ്ട് തന്നെ ഹച്ച് മാപ്പ് എടുത്തിട്ട് ലൂക്കിന് വേറൊരു വഴി കാണിച്ചു കൊടുത്തു. ഇവിടെ നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൂടെ നടന്നാൽ ഈസി ആയിട്ട് നേരത്തെ തന്നെ അവർക്ക് താഴേക്ക് എത്താം. പക്ഷെ ആ വഴി പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാട് കയറേണ്ടി വരും. ഹച്ചിനത് ഓക്കെയാണ്. പക്ഷെ ആ കാര്യം പറയുമ്പോൾ ലൂക്കിനത് സമ്മതമായിരുന്നില്ല. കാരണം ആ കാടിന്റെ ഭീകരത തന്നെ. അതുകൊണ്ട് അവിടേക്കൊന്ന് നോക്കിയതിന് ശേഷം ലൂക്ക് ഇപ്പോൾ അവന്റെ പ്ലാൻ പറയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫില്ല് ഡോമിന്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ, ഫുഡും നമുക്ക് അവർക്ക് കൊടുത്തേക്കാം. എന്നിട്ട് നേരെ വഴി നമ്മൾ നേരെ താഴേക്ക് ചെന്നിട്ട് സഹായത്തിന് ആളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡോമിനെ ഇവിടുന്ന് കൊണ്ടുപോകാലോ. എന്നാൽ ആ കാര്യം ലൂക്ക് പറഞ്ഞു തീരുമ്പോഴാണ് ഇതും കേട്ടോണ്ട് ഡോം അങ്ങോട്ട് വരുന്നത്. നിങ്ങളെന്താ ഞങ്ങളിവിടെ ഒറ്റയ്ക്കിട്ട് പോകാനാണോ പ്ലാൻ ചെയ്യുന്നത്? നടക്കത്തില്ല കേട്ടോ. ഹച്ച് പറഞ്ഞ പോലെ തന്നെ കാട്ടിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ അതുവഴി പോവാം. ഞാൻ നടക്കാനിപ്പോൾ ഓക്കെയാണ്. അവനും കൂടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇനിയിപ്പം അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. അതുകൊണ്ട് കാട് കയറാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ കുറെ നേരം കൂടെ നടന്നു കഴിഞ്ഞ് അവർ ആ കാടിന് മുമ്പിലേക്ക് എത്തി. കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു ധാരണ അവർക്കില്ല. അതുകൊണ്ട് ലൂക്ക് മാത്രം നല്ല ടെൻഷനോടെയാണ് നടക്കുന്നത്. മിനിമം ഒരു കരടെയെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവരുടെ കാര്യം പോക്കാണ്. അങ്ങനെ കാടിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയം അവരൊരു കാര്യം കണ്ടു. പൊളിഞ്ഞു കിടക്കുന്ന ഒരു പഴയ വാൻ അതവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതാരാണ് അപ്പോൾ ഇവിടെ കൊണ്ടിട്ടത്? ഹച്ച് അതിന്റെ ഒരു ഫോട്ടോ എടുത്തു. പക്ഷെ അവർ അതിന്റെ അടുത്തേക്ക് പോയൊന്നും നോക്കുന്നില്ല. കാരണം അതിനുള്ള സമയമില്ല. ഇരുട്ടുന്നതിന് മുമ്പ് കാട് ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ അവരിപ്പോൾ കാടിന്റെ ഉള്ളിലൂടെ നടക്കാൻ തുടങ്ങി. ഹച്ചാണെങ്കിൽ അതിനിടയിൽ അവന്റെ കോമ്പസ് എടുത്ത് ദിശയെ നോക്കുന്നുണ്ട്. എന്നാൽ കാടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പം ആ കോമ്പസിന് എന്തോ കംപ്ലൈന്റ്. അത് സാധാരണമായിരിക്കും വിചാരിച്ചിട്ട് അവനത് വിട്ടുകളയുകയും ചെയ്തു. കൊടും കാടാണ്, നല്ല കയറ്റം. മാത്രമല്ല അത്ര സുഖമുള്ള വഴിയുമല്ല. എല്ലാവർക്കും നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പിന്നെ ഡോമിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പം അവരവിടെ റെസ്റ്റ് എടുത്തു. നല്ലൊരു സ്പോട്ടായിരുന്നു അത്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു സെൽഫിയും എടുത്തു. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. അവരിപ്പോഴും നടത്തമാണ്. ഇടതൂർന്ന മരങ്ങളാണ് ഇപ്പോൾ അവിടെ. അതിന്റെ ചില്ലകളൊക്കെ മുള്ളുകൾ പോലെ ഇങ്ങനെ തെറിച്ചു നിൽക്കുന്നു. അതിനിടയിൽ കൂടെ നടക്കേണ്ടതുകൊണ്ട് ആ ചില്ലകളൊക്കെ ഒടിച്ചാണ് അവർ നടക്കുന്നത്. അതിനിടയിൽ അവർക്ക് വല്ലാണ്ട് വിശക്കുന്നു. ബാഗിലാണെങ്കിൽ ഭക്ഷണമുണ്ട്. പക്ഷെ അതൊക്കെ കഴിച്ചു മടുത്തു. മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടും അല്ലാതെ. അതുകൊണ്ട് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അവരിപ്പോൾ നടക്കുന്നത്. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് അവരൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ഒരു വലിയ മൂസ് മരത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അതിന്റെ വയറ് കീറി സാധനങ്ങളൊക്കെ താഴെ കിടപ്പുണ്ട്. കാട്ടിലൊരു മൃഗം ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് സാധാരണമാണ്. പക്ഷെ ആരതിനവിടെ തൂക്കിയിട്ടു? ഒരിക്കലും സ്വയം ആ മൃഗം അങ്ങനെ ഒരു ട്രാപ്പിൽ ചെന്ന് ചാടില്ല. ഒരു കരടിയും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ആര്? ഒരുപക്ഷെ ഏതൊരു സൈക്കോ വേട്ടക്കാരനായിരിക്കും. ഇനി ആരാണെങ്കിലും ഈ പണി ചെയ്തിട്ട് അധികം സമയമായിട്ടില്ല. ചോര ഇപ്പോഴും അതിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവരവിടെ നടന്നു. ആ മൃഗത്തിന്റെ കാലിൽ നിന്നും ചോര ഇറ്റിട്ട് വീഴുന്ന കാണാം. അങ്ങനെ കുറച്ച് സമയം കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷ അസ്ഥാനത്തായി. നേരെ ഇരുട്ടി തുടങ്ങി. അതുകൊണ്ട് അവർ ടോർച്ച് എടുത്തു. രാത്രിയായി കഴിഞ്ഞപ്പോൾ നല്ല ഇടിയും മഴയും. അവരെവിടെയാണ് എത്തിപ്പെട്ടതെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ അവർക്ക് അറിയത്തില്ല. കാടിന്റെ നടുവിൽ പെട്ട അവസ്ഥ. ഇനിയിപ്പോൾ അവിടെ ടെന്റ് അടിക്കേണ്ടി വരും. ആ കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുമ്പോൾ ലൂക്ക് ഒരു കാര്യം കണ്ടു. ഒരു മരത്തിലായിട്ട് 3 സിമ്പിൾ വരച്ചു വെച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് കാണാത്ത ഒന്ന്. അവനത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ആർക്കും ഒന്നും മനസ്സിലായതുമില്ല. അങ്ങനെ അവരവിടെ മുന്നോട്ട് നടന്നപ്പോൾ അവർ മറ്റൊരു കാര്യം കൂടെ കണ്ടു. നല്ല പഴക്കമുള്ളൊരു ക്യാബിൻ. കാട്ടിന്റെ നടുവില് ഈ രാത്രി ഇടിയും മഴയും. ഈ ഒരു അന്തരീക്ഷത്തിൽ ആ ക്യാബിൻ കണ്ടപ്പോൾ അവർക്ക് പേടിയും കുറച്ച് സമാധാനവും തോന്നി. ഇനിയിപ്പോൾ ടെന്റ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വേഗം തന്നെ അവർ ആ ക്യാബിന്റെ അടുത്തേക്ക് നടന്നു. കണ്ടിട്ട് അതിനകത്ത് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ വാതിൽ ലോക്കാണ്. അതുകൊണ്ട് അവരത് തള്ളി തുറന്നു. എന്നിട്ട് ഓരോരുത്തരായിട്ട് ഉള്ളിൽ കയറി. അവസാനം കയറുന്നത് ലൂക്കാണ്. പെട്ടെന്നാണ് പുറത്തുനിന്നൊരു മുരൾച്ച കേട്ടത്. ലൂക്ക് മാത്രമേ അത് കേട്ടുള്ളൂ. അവൻ ടോർച്ച് അടിച്ചു നോക്കി. പക്ഷെ ഒന്നിനെയും കാണുന്നില്ല. എന്നാൽ പിന്നെ ആ ശബ്ദം വന്നു. ഇത്തവണ അലർച്ചയാണ്. അവൻ ശരിക്കും പേടിച്ചുപോയി. എന്താണത്? പക്ഷെ ഒന്നിനെയും കാണുന്നില്ല. ഈ സമയം നീ ഇവിടെ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചിട്ട് ഹച്ച് വന്നു. എടാ നീ എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഞാനൊന്നും കേട്ടില്ല. നീ അകത്തേക്ക് വന്ന പണിയുണ്ട്. അങ്ങനെ ലൂക്ക് ഉള്ളിലേക്ക് കയറി വാതിലടച്ചു. വീട്ടിനുള്ളിൽ അന്തരീക്ഷം അവരെ പേടിപ്പിച്ചു കളഞ്ഞു. ഇനി ഇതിനകത്ത് കിടന്ന് ചത്തുപോകേണ്ടി വരുമോ എന്ന് വരെ ടോം പേടിച്ചു. അതിനിടയിലാണ് അവരവിടെ ഒരു കാര്യം കാണുന്നത്. 3 മാലകൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു. അതിന്റെ ലോക്കറ്റുകൾ അവർ നേരത്തെ ആ മരത്തിൽ കണ്ട സിമ്പിൾസ് ആയിരുന്നു. ഈ സമയം ലൂക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കി. ആ ശബ്ദം അത് എന്തിൻ്റെതായിരുന്നു? പക്ഷെ ഒന്നിനെ ഇപ്പോഴും കാണുന്നില്ല. അതിനിടയിൽ ഹച്ച് ഒരു ഭാഗത്തേക്ക് ടോർച്ച് അടിച്ചപ്പോൾ അവിടെ തുണിയൊക്കെ കിടപ്പുണ്ട്. പഴകിയതാണ്. ആരോ താമസം മതിയാക്കി പോയതിന്റെ ലക്ഷണങ്ങളായിരുന്നു അത്. ഈ സമയം ലൂക്കിന്റെ പേടിയാണെങ്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദമാണ് അവനെ വല്ലാണ്ട് അലട്ടുന്നത്. അവൻ ആ കാര്യം പറയുകയും ചെയ്തു. പക്ഷെ മറ്റാരും കേൾക്കാത്തത് കൊണ്ട് അവരാരും അത് കാര്യമാക്കുന്നുമില്ല. എന്നാൽ ലൂക്കിനത് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലായിരുന്നു. അവൻ വാതിൽ തുറന്ന് ഒന്നുകൂടെ പുറത്തേക്ക് ടോർച്ച് അടിച്ചു. എന്തോ ഒന്ന് അവിടുത്തെ മരങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് അവനറിയാം. പക്ഷെ ഇപ്പോഴും ഒന്നിനെയും കാണുന്നില്ല. ഇടിയും മഴയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
അതിനിടയിലാണ് ഹച്ച് അവിടെ ഒരു അടുപ്പ് കണ്ടത്. പക്ഷെ അത് കത്തിക്കാൻ വിറകൊന്നുമില്ല. ഈ സമയം അവിടെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് കാണാം. ഡോമും ഫില്ലും അതിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഹച്ച് ഇപ്പൊ കത്തിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ഫില്ലിനോട് മുകളിലേക്ക് കയറി നോക്കാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫില്ലിനൊരു പേടിയൊക്കെ തോന്നി. പക്ഷെ അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കളിയാക്കും. അതുകൊണ്ട് വരുന്നതും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ മുകളിലത്തെ നിലയിലേക്ക് കയറി. മുകളിലത്തെ നിലയിൽ 2 റൂമുകളാണ് ഉണ്ടായിരുന്നത്. ഫിൽ ആദ്യത്തെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ ഒരു കാഴ്ച അവൻ കണ്ടു. അവൻ വെപ്രാളത്തോടെ താഴെയുള്ള എല്ലാവരും വിളിച്ചു. അവർ നോക്കിയപ്പോൾ ചുള്ളിക്കമ്പുകളും മറ്റുമൊക്കെ വെച്ച് ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്തോ ആചാരക്രിയയ്ക്ക് വേണ്ടി. ഒരു മനുഷ്യന്റെ നെഞ്ചിന്റെ ഭാഗം, അതിൽ നിന്ന് താഴേക്ക് 2 കാലുകൾ, പക്ഷെ തലയില്ല. ഉയർത്തിപ്പിടിച്ച 2 കൈകളിലായിട്ട് മാനിന്റെ പോലെ 2 കൊമ്പുകൾ കാണാം. വല്ലാത്തൊരു രൂപം. ഇനിയിപ്പോൾ അത് നോക്കിക്കൊണ്ട് അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് താഴേക്ക് ഇറങ്ങി. എന്നാൽ ലൂക്ക് മാത്രം ആ രൂപത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. അതിന്റെ 2 കാലുകളും കെട്ടിയിട്ടിരിക്കുകയാണ്. കാലിന്റെ വിരലുകളാണെങ്കിൽ മനുഷ്യന്റെ കൈ പോലെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം ലൂക്കും താഴേക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ ആ അടുപ്പിൽ തീയൊക്കെ കൂട്ടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി. അവർ കണ്ട ആ രൂപത്തിനെ കുറിച്ചാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആ രൂപം അവർ മരത്തിൽ കണ്ട ആ സിമ്പിൾസും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. അത് സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ആത്മാവിനെ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കറിയാത്തൊരു ദൈവം. ചിലപ്പോൾ പൈഗൻ മിത്തോളജി ആയിരിക്കും, അല്ലെങ്കിൽ നോഡിക്. അതിന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ എന്താണെങ്കിലും അവർ പേടിച്ച സ്ഥിതിക്ക് പോകുന്ന സമയം ക്യാബിൻ കത്തിച്ചു കളഞ്ഞാലോ എന്ന് ഇവരവർ ചിന്തിച്ചു. ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിലാകാൻ കാരണം കാട്ടിലൂടെ ആ ഷോർട്ട് കട്ട് എടുത്താണ്. അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ അവർക്ക് തോന്നി. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആകെയുള്ള അവരുടെ ആശ്വാസം കയ്യിൽ മാപ്പുണ്ട്, കോമ്പസ് ഉണ്ട്, പിന്നെ ആവശ്യത്തിന് ഭക്ഷണം. നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും കിടന്നുറങ്ങി. ഈ സമയം പുറത്തു നിന്ന് നോക്കിയാൽ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നു. അതിൽ കുളിച്ചു നിൽക്കുന്ന ആ പഴകിയ ക്യാബിൻ, അതിന്റെ കൂടെ ഇടിയും മിന്നലും. ആ ക്യാബിന്റെ ജനലിൽ ഒരു തുള കാണാം. ഈ സമയം എന്തോ ഒരു ജീവി ആ ക്യാബിന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അതിന്റെ മുരൾച്ച മാത്രം കേൾക്കാം. അതിനിടയിൽ അകത്ത് കിടക്കുന്ന ലൂക്ക് മാത്രം എഴുന്നേറ്റു. പെട്ടെന്നാണ് ആ ജനലിൽ കൂടെ ഒരു വെളിച്ചം വന്നത്. അവൻ ചെന്ന് ആ ജനലിന്റെ അടുത്തേക്ക് നോക്കി. അതിനിടയിൽ അവൻ ഹച്ചിനൊന്ന് വിളിച്ചു. എന്നാൽ അവൻ എഴുന്നേറ്റില്ല. പക്ഷെ ആ വെളിച്ചം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അവൻ പുറത്തേക്കുള്ള ഡോറ് തുറന്നു. അത്ഭുതപ്പെട്ടു പോയവൻ ആ ഡോറ് തുറന്നപ്പോൾ അവൻ കണ്ടത് ആ വൈൻ ഷോപ്പായിരുന്നു. റോബ് മരിച്ച അതേ ഷോപ്പ്. ലൂക്ക് പതുക്കെ ഉള്ളിലേക്ക് കയറി. അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ചെന്ന് അന്നെടുത്ത് അതേ ഒരു കുപ്പി തന്നെ എടുത്തു. എന്നാൽ കുപ്പിയിലേക്ക് നോക്കിയപ്പം അതിനുള്ളിൽ ചോര കലർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും മനസ്സിലാവാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കുപ്പികളുടെ ഷെൽഫ് എല്ലാം തകർന്നു വീഴുന്നത്. അവൻ ഞെട്ടിപ്പോയി. പിന്നീട് അവൻ നോക്കുമ്പോൾ അവൻ ക്യാബിന്റെ പുറത്താണ്. മുന്നിൽ ഒരു മരം ഇളകുന്ന കാണാം. എന്തോ ഒന്ന് അങ്ങോട്ട് ഓടിപ്പോയിരിക്കുന്നു. പക്ഷെ എന്താണെന്ന് അവൻ കണ്ടില്ല. ഈ സമയത്താണ് അവന്റെ നെഞ്ചിൽ നിന്ന് ചോര വരുന്നത്. അവൻ ബനിയം പൊക്കി നോക്കിയപ്പം നെഞ്ചിൽ ഏതോ ഒരു മൃഗത്തിന്റെ നഖത്തിന്റെ പാടുകൾ കാണാം. നല്ല ആഴത്തിലുള്ള മുറിവ്. അവൻ അതും നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ക്യാബിന്റെ അകത്തുനിന്ന് ഒരു നിലവിളി. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് ഹച്ചായിരുന്നു. അവൻ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റാണ്. മാത്രമല്ല അവൻ അവന്റെ പാന്റിൽ മൂത്രമൊഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആൾ ഇപ്പൊ നോർമലായി. ഈ സമയം അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഡോം അവിടെ കിടക്കുന്നുണ്ട്. അവൻ അവന്റെ ഭാര്യയായ ഗെയിലിന്റെ പേരും വിളിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂക്ക് ചെന്ന് അവനെ വിളിക്കുമ്പോൾ അവന് നോർമലായി. എന്നാൽ ഫില്ലിനെ മാത്രം അവിടെ കാണുന്നില്ല. അവനിത് എവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിലത്തെ നിലയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അതിനെ തുടർന്ന് ലൂക്ക് ഇപ്പൊ മുകളിലേക്ക് ചെന്നു. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫിൽ ആ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ ദേഹത്ത് ഒരു തുണി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ലൂക്ക് വന്ന് അവനെ വിളിച്ചപ്പോൾ അവന് നോർമലായി. പക്ഷെ എങ്ങനെ അവൻ അങ്ങോട്ട് എത്തിപ്പെട്ടു എന്ന കാര്യം ഫില്ലിന് അറിയത്തുമില്ല. ഇനിയിപ്പോൾ ആ ക്യാബിന്റെ അകത്ത് തുടരുന്നത് ശരിയല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മിനിറ്റുകൾ കൊണ്ട് അവർ റെഡിയായി. എന്നിട്ട് വേഗം തന്നെ ക്യാബിന്റെ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഞെട്ടി. അവിടുത്തെ മുഴുവൻ മരങ്ങളിലും ഇപ്പൊ ആ സിമ്പിൾസ് കാണാം. ഇനിയിപ്പോൾ അത് എന്തെങ്കിലും വാണിംഗ് ആയിരിക്കുമോ എന്ന് വരെ അവർ പേടിച്ചു. അതിനിടയിലാണ് കുറച്ച് അപ്പുറത്തായിട്ട് ഡോം ഒരു വഴി കാണുന്നത്. ഈ സമയം അവന്റെ പുറകില് ഹച്ചും കൂട്ടരും അവർക്ക് പോകേണ്ട വഴിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ സമയം ഡോം അവരെ വിളിച്ചിട്ട് ആ വഴി കാണിച്ചു കൊടുത്തു. പക്ഷെ അത് അവർ വന്ന വഴി അല്ലാത്തതുകൊണ്ട് അത് വഴി പോകണ്ട എന്നാണ് ഹച്ച് പറയുന്നത്. അതേക്കുമ്പോൾ എന്നാൽ നീ ഇവിടെ നിന്നോ ഞാൻ പോവാന്നും പറഞ്ഞിട്ട് ഡോം ഇപ്പൊ ആ വഴി നടന്നു. അത് കാണുന്ന ഫില്ലും അവന്റെ പുറകെ പോയി. ഇപ്പൊ അവരത് വഴി പോയതുകൊണ്ട് ഹച്ചിനും ലൂക്കിനും വന്ന വഴി പോകാനും തോന്നിയില്ല. അങ്ങനെ എല്ലാവരും കൂടെ വേഗം തന്നെ പുതിയ വഴിയിലൂടെ നടന്നു. ഡോമിന്റെ കാലിന്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമായിട്ട് വരികയാണ്. കഷ്ടപ്പെട്ട് വടിയും കുത്തിപ്പിടിച്ചാണ് അവൻ അതിൽ നടക്കുന്നത്. ഈ സമയം പുറകെ വരുന്ന ഫില്ല് അവന്റെ മുമ്പിൽ നിൽക്കുന്ന ഹച്ചിനോടൊരു കാര്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് ആ വീട്ടിൽ കിടന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചത്? എന്റെ പൊന്നു ഫില്ലെ, നീ അതിനെക്കുറിച്ച് ഓർത്ത് ഈ സമയം വറീഡാവല്ലേ. അതൊരു ദുസ്വപ്നമാണെന്ന് കരുതി വിട്ടുകളഞ്ഞേക്ക്. എന്നിട്ട് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്ക്. പക്ഷെ ഫില്ലിന് അതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നില്ല. ഇതേ സമയം അവർ 4 പേര് ആ മരങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് ആ ജീവി നോക്കി നിൽക്കുന്നുണ്ട്. അതിന്റെ മുരൾച്ച മാത്രം കേൾക്കാം. ഈ സമയം നടക്കുന്ന വഴി ചില മരങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർക്ക് ശ്രദ്ധിച്ചു. അതിന്റെ കുറ്റികളൊക്കെ അവിടെ കാണാം. അത് മനുഷ്യരുടെ പണി തന്നെയാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവർ മറ്റൊരു ക്യാബും കൂടെ കണ്ടു. പക്ഷെ അതിനകത്ത് കയറി നോക്കാനൊന്നും അവർ മെനക്കെട്ടില്ല. പേടി തന്നെ കാരണം. മാത്രമല്ല ഇരുട്ടുന്നതിന് മുമ്പ് കാടിറങ്ങണം. അങ്ങനെ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞപ്പം കാലിന്റെ വേദന കാരണം ഡോം അവിടെ താഴേക്കിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവരും റെസ്റ്റ് എടുത്തു. എന്നാൽ ഈ സമയം ഹച്ച് പറയുന്നത്, നമ്മളിങ്ങനെ ബ്രേക്ക് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും കാടിറങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ നീ കാരണമാണ് ഡോം നമ്മൾ വൈകുന്നത്. അതുകൊണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും.
പക്ഷെ അവനെ കൊണ്ടാവുന്നില്ല. മാത്രമല്ല ഹച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ടോം അവനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ എന്നാ പിന്നെ നിങ്ങൾ വിട്ടിരിക്കെ, ഞാനൊന്ന് വഴി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ലൂക്ക് അവിടുന്ന് ഓടി. കുറെ ദൂരം അവൻ അതിലേക്ക് ഓടി നടക്കുന്നുണ്ട്. അവിടെ പുഴ ഒഴുകുന്ന ശബ്ദമൊക്കെ കേൾക്കാം. പക്ഷെ എവിടെ ചെന്ന് എങ്ങനെയൊക്കെ നോക്കിയിട്ടും അടുത്തടുത്തായിട്ട് വളർന്നു നിൽക്കുന്ന മരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ലൂക്കിന് ശരിക്കും ദേഷ്യം വന്നു. അവൻ ഉച്ചത്തിൽ അലറി. വല്ലാത്ത നിരാശയിലാണ് അവൻ. അതിനിടയിൽ അവൻ അവന്റെ നെഞ്ചിലെ മുറിവൊന്ന് നോക്കി. അതിപ്പോഴും വേദനിക്കുന്നുണ്ട്. ഈ സമയത്താണ് കുറച്ചപ്പുറം ഒരു മരത്തിൽ അവനൊരു കാഴ്ച കാണുന്നത്. ഒരു കൈ അത് മരത്തിൽ പിടിച്ചിരിക്കുന്നു. വിരലുകൾ മാത്രം കാണാം. ലൂക്കിന് ശരിക്കും പേടിയായി. പെട്ടെന്ന് ആ കൈ പുറകിലേക്ക് പോയി. അതിനെ തുറന്ന് മരങ്ങൾക്കിടയിൽ അനങ്ങുന്ന വലിയൊരു രൂപത്തെ അവൻ കണ്ടു. ഞെട്ടിപ്പോയവൻ പിന്നെ അവിടെ നിന്നില്ല, ഓടി. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. അവിടെ മരങ്ങൾക്കിടയിൽ എന്തോ ഉണ്ട്. ഞാനതിനെ കണ്ടു. നല്ല വലുപ്പമുണ്ട് അതിന്. എന്നാൽ ടോം അത് വിശ്വസിക്കുന്നില്ല. അത് കാണുമ്പോൾ ലൂക്ക് അവന്റെ നെഞ്ചിലെ പാട് കാണിച്ചു കൊടുത്തു. ഇപ്പോഴാണ് അവൻ അതെല്ലാവരും കാണിച്ചത്. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടി. ലൂക്ക് പറയുന്നത് ഞാനിപ്പോ കണ്ട ആ ജീവി തന്നെയായിരിക്കും എന്നോട് ഇത് ചെയ്തത്. എന്നാൽ ടോം വിശ്വസിക്കുന്നില്ല. അവൻ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണ് എന്നാണ് ടോമിന്റെ വാദം. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഡോമും ലൂക്കും വഴക്കായി. അതിനിടയിൽ ലൂക്ക് ഡോമിനെ പിടിച്ച് തള്ളുകയും ചെയ്തു. ഈ സമയം ഡോമും വിട്ടുകൊടുക്കുന്നില്ല. കണ്ടില്ല നിന്റെ ദേഷ്യം? ഈ ദേഷ്യം നീ എന്തുകൊണ്ട് റോബിന്റെ കാര്യത്തിൽ കാണിച്ചില്ല? നീ അന്ന് അവന്മാരെ നേരിട്ടിരുന്നെങ്കിൽ റോബ് ഇപ്പം മരിക്കുമായിരുന്നോ? അവൻ മരിക്കാൻ കാരണം നീ തന്നെയാണ് ലൂക്ക് എന്നൊക്കെ പറഞ്ഞ് ഡോം ലൂക്കിനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു. അത് സഹിക്കാൻ പറ്റാതെ വന്നപ്പം ലൂക്ക് ഡോമിനിട്ട് ഒറ്റ ഇടിയും കൊടുത്തു. അതിനെ തുടർന്ന് അവൻ താഴേക്ക് വീണു. ഈ സമയം ലൂക്കാണെങ്കിൽ അവന്റെ ബാഗ് എടുത്തിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. അവൻ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ളവരും അവനെ ഫോളോ ചെയ്തു. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവർ നിലത്തായിട്ട് എന്തൊക്കെയോ അവശിഷ്ടങ്ങൾ കാണുന്നത്. എന്തൊക്കെ കുഴിച്ചു മൂടിയിരിക്കുന്ന പോലെ മനുഷ്യന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അവരത് പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്നൊരു പേഴ്സ് കിട്ടിയവർക്ക്. അതിലൊരു ഫാമിലി ഫോട്ടോയും മാത്രമല്ല ഒരു ക്രെഡിറ്റ് കാർഡും ഉണ്ട് അതിനകത്ത്. അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയപ്പോൾ 1984. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അവർക്ക് ശരിക്കും പേടിയായി. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ആൾക്കാർ ഈ കാട്ടിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുമ്പോൾ ഹച്ച് അവരെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. നിങ്ങളിങ്ങനെ പേടിക്കാതെ, നമ്മൾ ടൗണിൽ ഒരു റൂം എടുത്തിട്ടുണ്ടല്ലോ, ഇവിടേക്കാണ് പോകുന്നത് എന്ന ഹോട്ടലിലെ ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ മിസ്സായി എന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു റെസ്ക്യൂ ടീം ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കേ. അങ്ങനെ സമയം രാത്രി എല്ലാവരും ഇപ്പൊ ടെന്റ് അടിച്ചു. അതിനിടയിൽ ഹച്ച് വന്ന് ഡോമിന് കഴിക്കാൻ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. അത് കഴിക്കുന്ന സമയം ഡോം നോക്കുന്നത് അവന്റെ കാലിന്റെ മുട്ടിലേക്കാണ്. നല്ല വേദനയുണ്ട് അവന്. ഹച്ച് ഇപ്പൊ ഫില്ലിനെ നോക്കിയപ്പോൾ അവനൊന്നും മിണ്ടാതെ അവിടെ ഇരിപ്പുണ്ട്. ഇതിൽ നിന്നൊക്കെ ഡോമും ഫില്ലും മാനസികമായിട്ട് വല്ലാതെ തളർന്നു എന്ന കാര്യം ഹച്ചിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ വേഗം ലൂക്കിന്റെ അടുത്തേക്ക് പോയി. നോക്ക് ലൂക്ക്, നമുക്കിടയിൽ കുറച്ചെങ്കിലും സ്ട്രോങ് നീയാണ്. ഡോമും ഫില്ലും ആണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലും. ഡോമിന് നടക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കിടക്കാൻ നോക്ക്. എന്നിട്ട് സഹായത്തിന് ചെന്ന് ആരെയും വിളിച്ചോണ്ട് പോവാ. അതുവരെ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. രാവിലെ തന്നെ വിട്ടോ. പോകുമ്പോൾ എന്റെ കോമ്പസ് എടുത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നാൽ മതി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹച്ച് പറഞ്ഞു. ലൂക്ക് അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വേഗം തന്നെ എല്ലാവരും ടെന്റിലേക്ക് കയറി അവിടെ കിടന്നുറങ്ങി. എന്നാൽ ലൂക്ക് ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. അവൻ അവന്റെ ബാഗ് ചെക്ക് ചെയ്യായിരുന്നു. ഈ സമയത്താണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ പതുക്കെ ടെന്റ് ഓപ്പൺ ചെയ്തു. നോക്കിയപ്പോൾ ആ കാഴ്ച അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ കാട്ടിനകത്ത് ആ വൈൻ ഷോപ്പ്, മരിച്ചുപോയ ബോബും അവനെ കൊന്നവരും അവിടെ നിൽക്കുന്നു. പഴയതുപോലെ തന്നെ ആ ഇരുമ്പോടി പിടിച്ചവൻ റോബിനെ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് അവന്റെ പോക്കറ്റ് തപ്പുന്നതിനിടയിൽ അയാൾ ടെന്റിലിരിക്കുന്ന ലൂക്കിനെ ഒന്ന് നോക്കി. വല്ലാത്തൊരു നോട്ടം. മാത്രമല്ല നീ ഒരു പേടിത്തൊണ്ടനാണ് എന്നവൻ വിളിച്ചു പറയുകയും ചെയ്തു. അവനത് പറഞ്ഞതും പെട്ടെന്ന് എന്തോ മരങ്ങൾക്കിടയിലൂടെ ഓടിപ്പോയി. അത് കണ്ട് പേടിക്കുന്ന ലൂക്ക് ടെന്റിന്റെ അകത്തേക്ക് കയറി. ഈ സമയം അവന്റെ ടെന്റിന്റെ പുറകിലൂടെ ഒരു വലിയ നിഴൽ അനങ്ങുന്ന കാണാം. പെട്ടെന്നാണ് ലൂക്കിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടെന്റ് മുകളിലേക്ക് തെറിച്ചുപോയത്. അതിനെ തുടർന്ന് ലൂക്ക് ഞെട്ടി എഴുന്നേറ്റു. ഇത്ര നേരം അവൻ കണ്ടതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ സ്വബോധത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് പുറത്തുനിന്നൊരു കരച്ചിൽ കേൾക്കുന്നത്. ലൂക്ക് ചെന്ന് നോക്കുമ്പോൾ ഫില്ല് അവിടെ താഴെ മുട്ടുകുത്തിയിരുന്ന കരയാണ്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഫില്ല് പറയുന്നത് അത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. പിന്നീട് ലൂക്ക് നോക്കുമ്പോൾ ഹച്ചിന്റെ ടെന്റ് തകർന്നു കിടക്കുന്നു. അതിനകത്ത് ഹച്ചിനെ കാണുന്നുമില്ല. അപ്പൊ ആ ജീവി അവനെ കൊണ്ടുപോയി എന്ന കാര്യം അവന് മനസ്സിലായി. പെട്ടെന്നാണ് ഉൾക്കാട്ടിൽ നിന്നും ഹച്ചിന്റെ നിലവിളി കേൾക്കുന്നത്. അതിന്റെ കൂടെ ആ ജീവിയുടെ അലർച്ചയും. വേഗം തന്നെ എല്ലാവരും അങ്ങോട്ട് ഓടി. പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒന്നിനെ അവിടെ കാണുന്നില്ല. ഇനി കൂടുതൽ സമയം അവിടെ കിടന്ന് കറങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് അവർ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് നേരം വെളുത്തപ്പം പിന്നെ എഴുന്നേറ്റ് നടക്കുകയാണ്. എന്നാൽ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പം എല്ലാവരും ഞെട്ടി തെറിച്ചുപോയി. അവിടെ മരത്തിന്റെ ചില്ലുകൾക്കിടയിൽ ഹച്ചിനെ തൂക്കിയിട്ടിരിക്കുന്നു. ആ മൂസിനെ തൂക്കിയിട്ട പോലെ അവന്റെ വയറ് മൊത്തം കീറി പൊളിച്ചിരിക്കുകയാണ്. ഒറ്റ നോട്ടം മാത്രമേ അവർക്ക് നോക്കാൻ സാധിച്ചുള്ളൂ. പക്ഷെ അവൻ അങ്ങനെ കടത്തിയിട്ട് അവിടുന്ന് പോകാൻ അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് അവർ ഹച്ചിന്റെ ശരീരം താഴേക്ക് കിടത്തി. എന്നിട്ട് ചുള്ളിക്കമ്പുകൾക്ക് വെച്ചിട്ട് മൂടിയിട്ടിട്ടാണ് അവരവിടുന്ന് പോയത്. ഇപ്പൊ അവർക്ക് 3 പേർക്ക് ഒരു കാര്യം ഉറപ്പായി. ഈ കാട്ടിൽ എന്തോ ഒരു ശക്തിയുണ്ട്, ഒരു ഭീകരജീവി. അത് അവർ ഫോളോ ചെയ്യുന്നു. അതാണ് അവരെ ദുസ്വപ്നങ്ങൾ കാണിക്കുന്നത്. അതിപ്പോ വേട്ടയാടാനും തുടങ്ങിയിരിക്കുന്നു. ഹച്ചിനെ അത് കൊന്നു. ഇനി അടുത്തത് അവരിൽ ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ പേടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലൂക്ക് അവന്റെ കത്തി കയ്യിൽ പിടിച്ച് ഒരു പ്ലാൻ പറഞ്ഞു. നമ്മളിപ്പോ 3 പേരുണ്ടല്ലോ, ആ ജീവിയാണെങ്കിൽ ഒന്നേ ഉള്ളൂ. നമുക്ക് ഹച്ച് പറഞ്ഞ വഴി തന്നെ പോവാം. എങ്ങാനും ആ ജീവി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കത്തി വെച്ച് അതിനെ കൊല്ലും. വന്നില്ലെങ്കിൽ നല്ലത്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. എല്ലാവരും അതിന് സമ്മതിച്ചു. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ താഴെ വെള്ളം ഒഴുകുന്ന കണ്ടു. അവർക്കാണെങ്കിൽ നല്ല ദാഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും വെള്ളം കുടിച്ചു. ചെളിവെള്ളമാണ്, എങ്കിലും കുഴപ്പമില്ല. അതിനിടയിലാണ് നീണ്ടു കിടക്കുന്ന ചില കാൽപ്പാടുകൾ അവർ കണ്ടത്.
ലൂക്ക് അതും നോക്കി കുറച്ച് മുന്നിലേക്ക് നടന്നു. പക്ഷെ ആ വഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ പിന്തിരിഞ്ഞു. അങ്ങനെ അവരവിടുന്ന് മരങ്ങൾക്കിടയിലൂടെ ഒരു കയറ്റം കയറാൻ തുടങ്ങി. എന്നാൽ ഈ സമയം ആ ജീവി അവരുടെ പുറകെ തന്നെയുണ്ട്. മരങ്ങൾക്കിടയിൽ അത് അനങ്ങുന്നത് കാണാം. പക്ഷെ അവരതിനെ കാണുന്നില്ല. നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ് അവരിപ്പോൾ വലിഞ്ഞു കയറുന്നത്. അതിനിടയിൽ ഫില്ല് ഉരുണ്ട് താഴേക്ക് വീണു. ലൂക്ക് ചെന്ന് നോക്കുമ്പോൾ ഫില്ല് വല്ലാത്തൊരവസ്ഥയിലാണ്. എനിക്ക് തീരെ പറ്റുന്നില്ല ലൂക്ക്, അതിപ്പോഴും എന്റെ തലയ്ക്കകത്തുണ്ട്. ആ ക്യാബിനിൽ ആ രൂപത്തിന് മുമ്പിൽ എന്നെ കൊണ്ട് മുട്ടുകുത്തിച്ചത് ആ ജീവിയാണ്. അതെന്റെ തലയിൽ നിന്ന് പോകുന്നില്ല. വളരെ വിഷമത്തോടെയാണ് ഫിൽ അത്രയും പറഞ്ഞത്. അത് കേട്ടപ്പോൾ അതൊക്കെ നിന്റെ തോന്നലാണെന്നും പറഞ്ഞിട്ട് ലൂക്ക് അവനെ എഴുന്നേപ്പിച്ചു. അങ്ങനെ ആ കയറ്റം മൊത്തം കയറി കഴിഞ്ഞപ്പോഴേക്കും ഡോമും ഫില്ലും ശരിക്കും തളർന്നു. അവരവിടെ നിലത്തിരിക്കുകയാണ്. ഈ സമയം വഴി നോക്കാൻ വേണ്ടി ലൂക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറെ ദൂരെയായിട്ട് അവരാദ്യം വന്ന മല കാണാം. കോമ്പസ് എടുത്ത് നോക്കിയപ്പോൾ അപ്പോൾ ഹച്ച് പറഞ്ഞത് ശരിയായ വഴി തന്നെയാണ് എന്ന കാര്യം ലൂക്കിന് മനസ്സിലായി. ഇനി ആ വഴി തന്നെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് കാട്ടിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് സമാധാനത്തോടെ അവനവിടെ മുട്ടുകുത്തിയിരുന്നു. ഈ സമയത്താണ് കുറച്ച് ദൂരെ താഴെയുള്ള കാട്ടിലായിട്ട് കുറച്ച് തീപ്പന്തങ്ങൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ട്. ഇനിയിപ്പോൾ അതെന്തായിരിക്കും? അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി അവൻ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയി. ഈ സമയം ഇരുട്ടായതുകൊണ്ട് എന്തോ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഫിൽ ടോർച്ച് അടിച്ച് നോക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ജീവി വന്നിട്ട് അവനെ പിടിച്ചുകൊണ്ടുപോയി. അതും നല്ല വേഗതയിൽ. അത് കണ്ട് പേടിച്ച ലൂക്ക് അവിടേക്ക് പതുങ്ങിയിരുന്നു. ഈ സമയം കാണുന്നത് അവിടെ നിന്ന് തെറിച്ച് വീണ ഫില്ലിന്റെ ടോർച്ചാണ്. മാത്രമല്ല ആ ജീവിയുടെ അലർച്ചയും കേൾക്കാം. അങ്ങനെ അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ഡോമിന്റെ അടുത്തേക്ക് വന്നു. അവനും ഈ കാര്യങ്ങളൊക്കെ കണ്ട് വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ലൂക്ക് ഡോമിനെ എഴുന്നേപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓടി. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം അവരൊരു ശബ്ദം കേട്ടു. എന്നാൽ അങ്ങോട്ട് ടോർച്ച് അടിച്ച് നോക്കിയപ്പം പെട്ടെന്ന് ആ ജീവി അവരുടെ അടുത്തേക്ക് വന്നു. പക്ഷെ അവർക്ക് അതിന്റെ മുഴുവൻ രൂപം കാണാൻ പറ്റിയില്ല. കൊമ്പുകൾ മാത്രം കണ്ടു. അപ്പോഴേക്കും അവർ ഓടി. അങ്ങനെ കുറെ ഓടി അവർ എത്തിച്ചേരുന്നത് ആ കത്തിച്ചു വെച്ച പന്തങ്ങൾക്കടുത്താണ്. നോക്കുമ്പോൾ ഒരു വീട്ടിലേക്കുള്ളൊരു വഴിയാണ് അവർ കാണുന്നത്. ഒന്നും നോക്കാതെ അവരെ വീട്ടിലേക്ക് ഓടി. കാരണം ഇപ്പോഴും ആ കാട്ടിൽ നിന്നും ആ ജീവിയുടെ അലർച്ച കേൾക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവർ ആ വീട്ടിന്റെ ഉള്ളിൽ കയറി. അവരിപ്പോൾ അവിടെ താഴേക്ക് വീണു. പിന്നീട് നോക്കുമ്പോൾ ലൂക്ക് കാണുന്നത് ആ വീട്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട്. കത്തിച്ചു വെച്ച പന്തത്തിന്റെ മുമ്പിലായിട്ട് ഒരു ലേഡി ഇരിക്കുന്നതും കാണാം. അവൻ അത് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അവരുടെ തലക്കിട്ടൊരു ചവിട്ട് കൊടുക്കുന്നത്. അതോടുകൂടി ലൂക്കിന്റെ ബോധം പോയി. പിന്നീട് അവർക്ക് ബോധം വന്നപ്പോൾ അവർ രണ്ടുപേരെ റൂമിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. നേരം വെളുത്തു. വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പേടിപ്പിക്കുന്ന എന്തൊക്കെ ശബ്ദങ്ങളും കേൾക്കാം. ഈ സമയം ലൂക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചുമരിലെ ഗ്യാപ്പിലൂടെ പുറത്തേക്കൊന്ന് നോക്കി. ചില ആൾക്കാരൊക്കെ കാണാം. പ്രായമുള്ളവരാണ്. അവരെന്തൊരു മരം വെട്ടുന്നു. വേറെ ചില ആൾക്കാർ മരം കൊണ്ടുണ്ടാക്കിയ ഒരു തൂൺ അവിടെ കുത്തി നിർത്താണ്. കണ്ടിട്ട് ഒന്നും തന്നെ മനസ്സിലായില്ല ലൂക്കിന്. ഈ സമയം റൂമിലെ ടേബിളിലായിട്ട് ഒരു ചില്ലുകുപ്പി വെച്ചിരിക്കുന്ന കാണാം. ലൂക്ക് അതെടുക്കാൻ ഒരു ശ്രമം നടത്തി. കിട്ടിക്കഴിഞ്ഞാൽ കുപ്പി പൊട്ടിച്ച് ചില്ല് കൊണ്ട് ആ കെട്ടുകളൊക്കെ പൊട്ടിക്കാം. എന്നാൽ ഈ സമയത്താണ് 3 പേര് ആ റൂമിലേക്ക് വന്നത്. അതിലൊരു പ്രായമുള്ള ലേഡിയുണ്ട്. അവരിപ്പോൾ ഒരു ജഗ്ഗുമായിട്ട് ലൂക്കിന്റെ അടുത്തേക്ക് വന്നു. എന്തോ വായിലിട്ട് ചവയ്ക്കുന്നുണ്ട് അവര്. അങ്ങനെ ആ ലേഡി ആ ജഗ്ഗിലെ വെള്ളം ലൂക്കിന് കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് ജഗ്ഗ് ടേബിളിൽ വെച്ചതിന് ശേഷം അവരവന്റെ നെഞ്ചിലെ മുറിവ് നോക്കി. അങ്ങനെ ഒരു മുറിവ് അവന്റെ നെഞ്ചിലുണ്ട് എന്നവർക്ക് നേരത്തെ അറിയാവുന്ന പോലെ. അങ്ങനെ അതൊന്നും നോക്കിയതിന് ശേഷം അവരുടെ നെഞ്ചിലെ മുറിവും കൂടെ അവന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം അവരുടെ കൂടെ വന്നൊരു മൊട്ടത്തലൻ എന്തൊക്കെയോ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഭാഷ മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അവന്റെ നെഞ്ചിലെ മുറിവ് ഡോമിനുണ്ടോന്നായിരിക്കും അയാൾ ചോദിച്ചത്. അതിനിടയിൽ ആ ലേഡി വെള്ളവുമായിട്ട് ഡോമിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ അവനൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ആ ലേഡി വെള്ളം കൊടുക്കാതെ തന്നെ അവിടെ നിന്ന് പോയി. അവന്റെ നെഞ്ചിൽ ആ മുറിവില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ലേഡി ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോമിനെ പിടിച്ചോണ്ട് വരാൻ അവർ ഓർഡർ ഇട്ടു. ആ 2 പേര് വന്നിട്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. വലിച്ചോണ്ട് പോകുന്ന സമയം ഡോം ഉറക്കെ കരയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അങ്ങനെ അവനെ വെളിയിലേക്ക് ഇറക്കി കഴിഞ്ഞപ്പോൾ അവർ ഡോമിനെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു. എന്നിട്ട് അവനെ നേരെ കൊണ്ടുവന്നത് ആ വീടിന്റെ മുകളിലത്തെ നിലയിലേക്കാണ്. ഈ സമയം ലൂക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഉറക്കം നിലവിളിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല എന്ന് അറിഞ്ഞിട്ടും. ഡോമിനെ മുകളിലത്തെ നിലയിലേക്കാണ് കൊണ്ടുപോയത് എന്ന് ലൂക്കിന് മനസ്സിലായി. മുകളിൽ നിന്നും അവന്റെ നിലവിളി കേൾക്കാം. അവൻ എന്തോ കണ്ട് വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. ഡോമിന്റെ ആ നിലവിളി ശബ്ദം കേൾക്കുമ്പോൾ ലൂക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ലേഡി വിളക്കും പിടിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അവൾ ആ വിളക്ക് അവിടെ വെച്ചതിന് ശേഷം ആരുമില്ലാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് പതുക്കെ ലൂക്കിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവളുടെ 2 കൈയെടുത്ത് അവന്റെ മുഖത്തേക്ക് വെച്ചു. നീ പേടിക്കണ്ട, അവരവിടെ ഒരു ബലി കൊടുക്കാനുള്ള ഒരുക്കം നടത്താണ്. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായിക്കോളും. അവളത് പറയുമ്പോഴും മുകളിൽ നിന്ന് ഡോമിന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേൾക്കാം. കൂടാതെ മറ്റുള്ളവരുടെ എന്തോ പ്രാർത്ഥനയും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ലൂക്ക് അവിടെ നിലത്ത് കിടക്കായിരുന്നു. ഈ സമയം അമ്മമാര് ഡോമിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ട് പോയി. എന്തു പറ്റിയെന്ന് ലൂക്ക് ചോദിച്ചപ്പോൾ ഡോം ചില കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അന്ന് രാത്രി നമ്മൾ ആ ക്യാബിനിലിരുന്നപ്പോൾ ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അത് ഈ ആൾക്കാരായിരുന്നു. പിന്നെ ഏതോ ഒരു ഭീകരജീവി എന്റെ മുഖത്തിന് പിടിച്ചു. അതിന്റെ മഞ്ഞ കണ്ണുകൾ ഞാൻ കണ്ടു. പിന്നെ ഞാൻ കണ്ടത് എന്റെ ഭാര്യയായ കേലിനെയാണ്. ഇപ്പൊ ആ സ്വപ്നത്തിൽ നടന്നൊക്കെ റിയൽ ആവുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. ഇല്ല ഡോം, ഒരിക്കലും അത് സംഭവിക്കത്തില്ല. ഞാൻ അതിന് സമ്മതിക്കത്തില്ല. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും, നീ പേടിക്കാതിരിക്കേ. ഇല്ല ലോക്ക്, ഉറപ്പായിട്ട് അവരെന്നെ കൊല്ലും. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ഥലം മൊത്തം അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞേക്കണം. ഒറ്റൊരുത്തനെയും വെറുതെ വിടരുത്. വല്ലാത്തൊരു പകയോടെയാണ് ഡോം അത്രയും പറഞ്ഞത്. ലൂക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവർ ഡോമിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ കൂട്ടത്തിലുള്ള മുഴുവൻ ആൾക്കാരും അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ കുത്തി നിർത്തിയിരിക്കുന്ന ആ തൂണ് ഇവർ നേരത്തെ ആ മരത്തിൽ കണ്ട സിമ്പല് പോലെയാണ് ഇരിക്കുന്നത്. അവരിപ്പോൾ ഡോമിനെ ആ തൂണിൽ കെട്ടിയിട്ടു.
ഇതെല്ലാം റൂമിലെ വിടവിലൂടെ ലൂക്കിനും കാണാം. പക്ഷെ അവനെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അവനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇപ്പൊ ഡോമിനെ അവർ ആ തൂണിൽ കെട്ടിയിട്ട് കഴിയുമ്പോഴാണ് ഡോം ആ കാര്യം കാണുന്നത്. അവന്റെ മുന്നിലെ കാട്ടിലെ മരങ്ങളിലായിട്ട് മനുഷ്യന്റെ ശരീരങ്ങൾ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുന്നു. എല്ലാം പഴകിയ ശരീരങ്ങളാണ്. പേടിപ്പിക്കുന്ന ഒരു കാഴ്ച. ഡോമിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. അവന്റെ മരണം ഇങ്ങെത്തിയതുപോലെ. അങ്ങനെ രാത്രിയായി. ലൂക്ക് ആ കെട്ടുപൊട്ടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല. ശ്രമിച്ച് അവന്റെ കയ്യിൽ ഇപ്പം മൊത്തം ചോരയായി. ഇതേ സമയം തന്നെ ഡോമിന്റെ പുറകിലായിട്ട് ആ ആൾക്കാർ പന്തം കത്തിച്ചിട്ട് അവിടെ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. അവരെന്തിനോ വെയിറ്റ് ചെയ്യുന്ന പോലെ. ഡോമിന്റെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മരങ്ങൾക്കിടയിലൂടെ ഒരു വഴി കാണാം. അവരുടെ കാത്തിരിപ്പ് കാണുമ്പോൾ അതിലെന്തോ വരാനുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അവന്റെ ഊഹം തെറ്റിയില്ല. കാട്ടിൽ നിന്നൊരനക്കം, അതോടൊപ്പം ഉച്ചത്തിലുള്ള അലർച്ച. ആ ജീവി, അപ്പൊ അതിനെയാണ് അവർ കാത്തിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. ആ അലർച്ച കേട്ടതും എല്ലാവരും അവിടെ മുട്ടുകുത്തി. എന്നിട്ട് തല താഴ്ത്തി നിലത്ത് വെച്ചു, അതിനെ വണങ്ങുന്നത് പോലെ. ഈ സമയം ലൂക്കാണെങ്കിൽ അവന്റെ ഇടത്തെ കയ്യിലെ തള്ളവിരലൊടിച്ചു, കൈ വലിച്ചു ഊരിയെടുക്കാൻ. അങ്ങനെ ആ ജീവി പതുക്കെ അങ്ങോട്ട് വന്നു തുടങ്ങി. മരങ്ങളൊക്കെ ഇളകുന്ന കാണാം. തന്റെ മരണം ഇങ്ങെത്തി എന്ന കാര്യം ഡോമിന് മനസ്സിലായി. ഈ സമയമാകുമ്പോഴേക്ക് ലൂക്കാണെങ്കിൽ അവന്റെ ഇടത്തെ കയ്യിലെ കെട്ടുകളൊക്കെ ഊരി എന്നിട്ട് വലത്തെ കയ്യിലെ കെട്ടുകൾ അയക്കാൻ തുടങ്ങി. അതിനിടയിൽ ഡോം ആണെങ്കിൽ ആ മരങ്ങൾക്കിടയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ അവൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ നിന്ന് വന്നത് ആ ജീവിയല്ല, അത് അവന്റെ ഭാര്യയായ കെയിലാണ്. അത് കണ്ടതും അവൻ അവളെ ഉറക്കെ വിളിച്ചു. ഈ സമയം ലൂക്കാണെങ്കിൽ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ആ കെട്ടഴിക്കാൻ അവന് പറ്റുന്നില്ല. അങ്ങനെ ഗെയിൽ ഇപ്പൊ ഡോമിന്റെ അടുത്തേക്ക് എത്തി. അവളിപ്പോ 2 കൈ അവന്റെ മുഖത്തേക്ക് വെച്ചു, സ്നേഹത്തിന്റെ ഒരു തലോടല്. പക്ഷെ അവൻ വിചാരിച്ച പോലെ അത് ഗെയിലായിരുന്നില്ല, അത് ആ ജീവിയായിരുന്നു. അതിപ്പോ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നു. 2 ചെറിയ കണ്ണുകളാണതിന്. രണ്ടും മഞ്ഞ കളറിൽ പ്രകാശിച്ചു. ഒരു വല്ലാത്ത രൂപം. അത് കണ്ട് ഡോം ഉറക്കെ നിലവിളിച്ചു. ആ നിലവിളി കേട്ടപ്പോൾ ലൂക്ക് ആ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് നോക്കി. ആ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ഭീകര ജീവി ഇപ്പൊ ഡോമിനെ തൂക്കിയെടുത്തോണ്ട് പോകുന്നു. പേടിച്ചു വിറച്ചു പോയി ലൂക്ക്. അങ്ങനെ ആ ജീവി ഡോമിന്റെ മുഖത്ത് തന്നെ പിടിച്ച് പൊക്കിയെടുത്ത് അവിടെയുള്ള ഒരു മരത്തിന്റെ കൊമ്പിലേക്ക് അവനെ കുത്തിക്കയറ്റി. അതോടുകൂടെ ഡോം മരിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ജീവി പോയി കഴിഞ്ഞപ്പോൾ നേരത്തെ വന്ന ലേഡി പിന്നെയും ലൂക്കിന്റെ അടുത്തേക്ക് വന്നു, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. അവൾ പോകാൻ നേരം ലൂക്ക് ഒരു കാര്യം അവളോട് ചോദിച്ചു. ഡോമിന്റെ ശരീരം ആ മരത്തിൽ നിന്ന് താഴെ ഇറക്കുമോ? ഇല്ല, ഞങ്ങൾ ആരുടെ ശരീരം അനക്കാറില്ല. അതെന്താണ് സംഭവം? ലൂക്ക് പിന്നെയും ചോദിച്ചു. അതൊരു പഴയ ദൈവമാണ്, ലോക്കിയുടെ ഒരു തലതെറിച്ച സന്തതി. അതിന്റെ പേര് ഞങ്ങൾ പറയാറില്ല, പറയാൻ പാടില്ല. എങ്കിൽ നീ അറിഞ്ഞു വെച്ചോ. മോഡർ, അതാണ് അതിന്റെ പേര്. ഞങ്ങൾ അതിനെ പ്രാർത്ഥിക്കാറുണ്ട്, അതിനെ മാത്രം. അതാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരു സാധാരണ ജീവിതമല്ല ഞങ്ങളുടേത്. ഞങ്ങൾക്ക് വേദനയോ മരണമോ ഒന്നും തന്നെയില്ല. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് അതിന്റെ കൈകൊണ്ട് മാത്രമാണ്. അതാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്റെ നെഞ്ചിൽ അത് മുറിവുണ്ടാക്കിയത്. അതുകൊണ്ട് ഇനി മുതൽ നീയും അതിനു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് നിന്നെയും കൊന്ന് മരത്തിൽ തറയ്ക്കും. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം അവളുടെ നെഞ്ചിലെ പാടും അവൻ ശ്രദ്ധിച്ചു. ഈ സമയം ഒരു ചോദ്യം കൂടെ അവൻ ചോദിച്ചു. എന്തുകൊണ്ട് എന്നെ മാത്രം തിരഞ്ഞെടുത്തു? അത് മറ്റൊന്നും കൊണ്ടല്ല, നിന്റെ മനസ്സിലുള്ളൊരു വേദനയുണ്ടല്ലോ, അത് വളരെ ഗ്രേറ്റ് ആയിട്ടാണ് അത് കാണുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ റെഡി ആയിക്കോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോയി. എന്നാൽ തന്റെ സുഹൃത്തുക്കളെ കൊന്ന ആ പിശാചിനെ പ്രാർത്ഥിക്കാനൊന്നും ലൂക്ക് ഒരുക്കമല്ല. അതിനെങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് അവന്റെ ചിന്ത. പിന്നെ ഇവരുടെ വിശ്വാസം അത് വെറും വിശ്വാസം മാത്രമാണ്. അത് അവൻ അറിയേണ്ട കാര്യവുമില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൻ അവന്റെ കെട്ടുകളൊക്കെ കഴിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കുറെ തോക്കുകളൊക്കെ അവിടെ ഇരിക്കുന്നു. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം ലൂക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആ പ്രായമായ സ്ത്രീ വന്നു. അത് കണ്ടതും ആ മുകളിലത്തെ നിലയിലേക്ക് കയറി. എന്നാൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, പിശാചിന്റെ പോലെ. അതെന്താണെന്നറിയാൻ വേണ്ടി അവനൊരു പന്തം എടുത്തിട്ട് ആ റൂമിലേക്ക് കയറി. അതിനകത്തെ കാഴ്ച കണ്ടവൻ ശരിക്കും ഞെട്ടിപ്പോയി. പഴകിയ മനുഷ്യ ശരീരങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഇരുത്തിയിരിക്കുന്നു, മമ്മിഫൈ ചെയ്തത്. അപ്പൊ ഇത് കണ്ടാണ് നേരത്തെ ഡോം നിലവിളിച്ചത് എന്ന കാര്യം ലൂക്കിന് മനസ്സിലായി. ലൂക്ക് ആ ശരീരങ്ങളുടെ അടുത്തേക്ക് നോക്കുമ്പോൾ അതിന് ജീവനുണ്ടായിരുന്നു. അവൻ ഉടനെ തന്നെ അതിനൊക്കെ തീ വെച്ചു. അതിനെ തുറന്ന് ആ വീട് മൊത്തം കത്താൻ തുടങ്ങി. ഇപ്പൊ പുറത്തുള്ളവരൊക്കെ അത് കണ്ടു. ഈ സമയം ലൂക്ക് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ പ്രായമായ സ്ത്രീ അവന്റെ മുമ്പിലേക്ക് വന്നു. ഒന്നും നോക്കിയില്ല, അവൻ അവരുടെ മൂന്തയ്ക്കിട്ട് ഒരു ഇടി കൊടുത്തു. അതോടുകൂടി ആ സ്ത്രീ തെറിച്ചുപോയി. ഇതേ സമയം തന്നെ പുറത്തുള്ളവരൊക്കെ വീടിന് തീ പിടിച്ച് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് കാട്ടിലൊരനക്കം. അവരുടെ ദൈവം കാര്യം അറിഞ്ഞിരിക്കുന്നു. അതിന്റെ അലർച്ച കേട്ട് അവിടെയുള്ളവരൊക്കെ ഞെട്ടി. ഇതേ സമയം തന്നെ ലൂക്ക് ചെന്ന് അവിടുന്ന് ഒരു തോക്കെടുത്തു. അതിനിടയിൽ ആ ജീവി വരുന്ന കണ്ട് പുറത്തുള്ളവരൊക്കെ മുട്ടുകുത്തി. ഇപ്പൊ ആ ജീവിയുടെ കാല് കാണാം, ഒരു കുതിരയുടെ കാല് പോലെ. അതിപ്പോ വന്ന് ലൂക്കിന്റെ അടുത്തേക്ക് നേരത്തെ വന്ന പെണ്ണിനെ പിടിച്ചു. അതിനെ തുറന്ന് ലൂക്ക് ഇപ്പോൾ അവളുടെ നിലവിളിയും കേട്ടു. അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ദേ നിൽക്കുന്ന മൊട്ടത്തലയിൽ. തോക്ക് കണ്ടപ്പോൾ അവനൊന്ന് പേടിച്ചു. എന്നാൽ ലൂക്ക് ഒരൊറ്റ വേടി അപ്പൊ തന്നെ മൊട്ടത്തലേന്റെ പണി തീർന്നു. ഈ സമയം അപ്പുറത്തായിട്ട് വേറൊരുത്തൻ എന്തോ കണ്ട് കിളി പോയി നിൽപ്പുണ്ട്. ലൂക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ അവൻ അവിടെ താഴേക്കിരുന്നു. അതിനെ തുറന്ന് ലൂക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന മഴു എടുത്തു. ഈ സമയത്താണ് അവൻ വാതിൽക്കൽ ആ ജീവിയെ കണ്ടത്. അതിന്റെ കാല് മാത്രമേ ഇപ്പൊ അവൻ കാണുന്നുള്ളൂ. നല്ല ഉയരമുണ്ട് അതിന്. മാത്രമല്ല തൂക്കി പിടിച്ചിരിക്കുന്ന ആ ലേഡിയുടെ കാലും കാണാം. ആ ജീവി ഇപ്പം ആ ലേഡിയെ താഴേക്കിട്ടു. അത് അവളുടെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തിരിക്കുകയാണ്. അങ്ങനെ അവളെ താഴേക്കിട്ടതിന് ശേഷം ആ ജീവി അകത്തേക്ക് തലയിട്ടു. ലൂക്കിന് അതിന്റെ കണ്ണുകൾ കാണാം. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അവൻ മറ്റൊരു വഴി ആ വീട്ടിന്റെ വെളിയിലേക്ക് ഓടി. നേരെ അവൻ കാട്ടിലേക്കാണ് ഓടിയത്. അതിനിടയിൽ കാല് തെറ്റി അവൻ വീണു. ഈ സമയം ജീവിയുടെ അലർച്ച കേട്ടപ്പോൾ അവൻ അവിടെ ഇരുന്നോട്ടൻ അങ്ങോട്ട് നോക്കി. പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവൻ കണ്ടത്.
അവിടെ കത്തിയെരിയുന്ന വീട്, അതിനു മുമ്പിൽ ആ ജീവി നിൽക്കുന്നു. അതിപ്പോ അതിന്റെ 2 കൈ കൊണ്ട് ആ ലേഡിയെ പൊക്കിയെടുത്തിരിക്കുകയാണ്. കുതിരയുടെ കാല്, എന്തിന്റെ ഉടല്, മനുഷ്യന്റെ കൈകൾ, മാനിന്റെ കൊമ്പ്, പിശാചിന്റെ കണ്ണുകൾ, അങ്ങനെ വല്ലാത്തൊരു രൂപം. ഇപ്പോഴാണ് അവനതിനെ പൂർണ്ണമായിട്ട് കാണുന്നത്. അങ്ങനെ ആ ജീവി അവളെയും കൊണ്ട് പതുക്കെ മുന്നോട്ട് നടന്നു. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നും ചിന്തിച്ചുകൊണ്ട് അവൻ ഒറ്റ വെടി കൊണ്ടതും ആ ജീവി അവളെ താഴേക്കിട്ടു. എന്നിട്ട് ലൂക്കിന് നേരെ തിരിഞ്ഞു. പിന്നെ ഒന്നും നോക്കാതെ ലൂക്ക് അവിടെ നിന്ന് ഓടി. ജീവിയാണെങ്കിൽ അലറിക്കൊണ്ട് അവന്റെ പുറകെയും. എന്നാൽ തല്ലി തോൽപ്പിക്കലല്ല ഈ ജീവിയുടെ മെയിൻ, സ്വപ്നം കാണിച്ച് പേടിപ്പിക്കലാണ്. ഇപ്പൊ ലൂക്ക് നോക്കുമ്പോൾ കാട്ടിൽ പിന്നെ ആ വൈൻ ഷോപ്പ്. അതിനിടയിൽ ആ ജീവിയുടെ അലർച്ച കേട്ടപ്പോൾ അവൻ ആ വൈൻ ഷോപ്പിനകത്തൂടെ ഓടി. അവന്റെ കയ്യിൽ ആ മഴുവുണ്ട്. എന്തായാലും ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ജീവി വന്നിട്ട് അവൻ്റെ ഒരൊറ്റ ഇടി. അതോടുകൂടെ അവൻ തെറിച്ചുപോയി. എങ്കിലും വേഗം തന്നെ അവൻ എഴുന്നേറ്റു. ഈ സമയം അപ്പുറത്തായിട്ട് ആ ജീവി നിൽക്കുന്ന കാണാം. അത് അവന്റെ അടുത്തേക്ക് വരുന്ന കാണുമ്പോൾ അവൻ പതുക്കെ നടന്നു. എന്നാൽ പെട്ടെന്നാണ് ആ ജീവി വന്നിട്ട് അവനെ പിടിക്കുന്നത്. അത് അതിന്റെ 2 കൈകളും അവന്റെ മുഖത്തേക്ക് വെച്ചു. എന്നിട്ട് അവനെ പൊക്കിയെടുത്ത് നിർബന്ധിച്ചിട്ട് അതിന്റെ മുമ്പിൽ മുട്ടുകുത്തിച്ചു. അതിനെ തുടർന്ന് അവൻ ആ ജീവി ഒന്ന് നോക്കിയപ്പോൾ അതിന്റെ തലഭാഗം ആ ക്യാബിനിൽ കണ്ട രൂപം പോലെയാണ് ഇരുന്നത്. അതിപ്പോ അതിന്റെ 2 കൈയും കാലും എല്ലാം പൊക്കി പ്രാർത്ഥിക്കുന്നവന് കാണിച്ചു കൊടുത്തു. എന്നാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന മട്ടായിരുന്നു ലൂക്കിന്. ലൂക്ക് അനുസരിക്കാത്ത കാണുമ്പോൾ ആ ജീവി അവൻ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് അവന്റെ തലയിൽ പിടിച്ചമർത്തി. എന്നാൽ കൊന്നാലും അനുസരിക്കത്തില്ല എന്ന മട്ടായിരുന്നു അവന്. ഈ സമയം അവൻ നോക്കുമ്പോൾ അവന്റെ അടുത്തായിട്ട് ആ മഴ കിടക്കുന്നു. അതിനപ്പുറം മരിച്ചുപോയ റോബും കിടപ്പുണ്ട്. അവനിപ്പോൾ ലൂക്കിനൊന്ന് നോക്കി. ഈ സമയം ആകുമ്പോഴേക്ക് ജീവി കൈവിട്ടു. അതിനെ തുറന്ന് ലൂക്ക് വേഗം എഴുന്നേറ്റു. ഈ സമയം ആ ജീവി ഒന്നുകൂടെ അവനെ നോക്കി അലറി. അത് കണ്ടതും അവൻ ആ മഴ വെച്ചിട്ട് അതിന്റെ മുഖത്തൊരു വെട്ട്. നല്ല രീതിയിൽ വെട്ട് കൊള്ളുകയും ചെയ്തു. അതിന്റെ മുഖത്തിന് ചോരയും വന്നു. ഈ ഒരു ഗ്യാപ്പിൽ ലൂക്ക് അവിടുന്ന് ഓടുകയും ചെയ്തു. എന്നാൽ ആ ജീവിയാണെങ്കിൽ വിടാതെ അവന്റെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൻ ആ കാട്ടിന്റെ പുറത്തേക്ക് കടന്നു. എന്നിട്ട് അവൻ ആ ജീവിയെ നേരിടാൻ വേണ്ടി തയ്യാറായിട്ട് നിന്നു. ധൈര്യമുണ്ടെങ്കിൽ പുറത്തേക്ക് വാടാം. എന്നാൽ ജീവിക്ക് ആ കാട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതിപ്പോ അവിടെ തന്നെ നിന്നിട്ട് ഉച്ചത്തിൽ അലറി. എന്നാൽ ലൂക്കും വിട്ടുകൊടുക്കുന്നില്ല. അവനും അലറി, അവനെ കൊണ്ടാവുന്ന രീതിയിൽ. അങ്ങനെ കുറച്ച് സമയം അവരങ്ങോട്ടും ഇങ്ങോട്ടും അലറി കളിച്ചു. ആളെ സുയിപ്പാക്കാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം നിന്നെ പിന്നെടുത്തോളാം എന്നുള്ള രീതിയിൽ ജീവി അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും നേരം വെളുത്തു. വളരെ സമാധാനത്തോടെ എന്നാൽ ഒരുപാട് സങ്കടത്തോടെ ലൂക്ക് തിരിച്ചു നടക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.